ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിപ്പോൾ തിരുവനന്തപുരത്താണല്ലോ കേട്ടോ. തിരുവനന്തപുരത്ത് പേരൂർക്കട ആശുപത്രിയിൽ ഒരാഴ്ചത്തെ പോസ്റ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ചീവി ഒതുക്കി പുട്ടപ്പ് വേണം കേട്ടോ. അങ്ങനെ യൂണിഫോം ഒക്കെ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓരോരുത്തർ ബാത്റൂം ഒഴിയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് റെഡിയാവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് റെഡിയായി പാത്രമൊക്കെ കഴുകി വന്ന് രാവിലത്തെ ദോശയും ചമ്മന്തിക്കറി എടുത്തു കേട്ടോ. ദോശയും ചമ്മന്തിക്കറി അഖില പറഞ്ഞു കുഴപ്പമില്ല. എന്നാലും നവമി പറഞ്ഞു ഇച്ചിരി ഇരിയും കൂടെ ആകാമെന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് മീൻ വറുത്ത ഉണ്ടായിരുന്നു. മീൻ വറുത്ത ഉണ്ടപ്പോഴത്തേക്ക് ഹരിപ്രിയയ്ക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഊളംപാറ ആശുപത്രിയിലേക്ക് എത്തി കേട്ടോ. അവിടെ വരുമ്പോൾ ഫോണെല്ലാം അവിടെ കൊടുക്കണം. അങ്ങനെ പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. ചായ അച്ചപ്പമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അനുപ്രിയ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തു തരാടി. അങ്ങനെ പിന്നെ എഴുതാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അഞ്ചും പറഞ്ഞു നീ ഇങ്ങനെ വായി നോക്കി നടക്കാതെ എന്തേലും എഴുത ഏഞ്ചിലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എഴുതാം. പക്ഷേ അപ്പോഴാണ് ഓർത്തത് നാളെ യൂണിഫോം ഇട്ടുകൊണ്ട് പോകണ്ടേ. വീട്ടിലെ അമ്മയാണെങ്കിൽ തുണിയൊക്കെ നനച്ചത്. പക്ഷേ ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നനയ്ക്കണം. ചെറിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ മടിച്ച് പാറുവായ ഞാനും വെള്ളമൊക്കെ കോരി കേട്ട്. എന്നാലും തുണി നനയ്ക്കണമല്ലോ. ഈ വൈറ്റ് കോട്ടൊക്കെ ഒന്ന് വെളുപ്പിക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. എന്നാലും അമ്മയുടെ കഷ്ടപ്പാട് മനസ്സിൽ ധ്യാനിച്ച് പയ്യ യൂണിഫോം കോട്ടൊക്കെ അങ്ങ് നനച്ചെടുത്തിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുത്തു തരാനൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ അച്ചു ഉണ്ടായിരുന്നു കേട്ടോ. അച്ചു എന്നെ സഹായിച്ച് നീ ചെയ്തോ, ഞാൻ വീഡിയോ എടുത്തു തരാം, അല്ല എന്തോ പറയാനാണ്. പിന്നെ അച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പേരി കൊണ്ടുവന്നാണ്. അത് സൈഡായിട്ട് കഴിച്ച് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് വൈകിട്ടത്തേക്കുള്ള ഫുഡായിട്ട് അത് ചോറും കറിയും പിന്നെ ചിക്കൻ തോരനും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ ആവശ്യത്തിന് കഴിച്ച് ഞങ്ങൾ ഉറങ്ങി.